യെസ്, ഹലോ. അപ്പോൾ നമ്മുടെ SSC 2026 നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ GD എക്സാം നടക്കാതെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ അനൗൺസ് ചെയ്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹിന്ദി ട്രാൻസ്ലേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ നമ്മളുടെ സ്റ്റെനോഗ്രാഫറിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കാം. നിങ്ങൾ അതിനു മുമ്പ് തന്നെ സെലക്ഷൻ പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സെലക്ഷൻ പോസ്റ്റ് അപ്ലൈ ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. SSCനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സെക്ഷണൽ ടൈമർ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക, കൃത്യമായി മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിന്റെയും ഗ്രേഡ് ഡിന്റെയും സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി നോക്കാം. നമുക്ക് ആദ്യത്തെ കാര്യം ഓൺലൈൻ അപ്ലിക്കേഷന്റെ ഡേറ്റ് ആണ് 24/4/2026. അത് കഴിഞ്ഞ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. April 24 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. May 15 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. പിന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട കറക്ഷന്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ അല്ലാതെ തന്നെ പ്രിപ്പയർ ചെയ്യുക, അല്ലാതെ തന്നെ പ്രോപ്പറായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ജൂലൈ ഓഗസ്റ്റിൽ നടക്കുമെന്നാണ് പറയുന്നത്. ഒരു ഓഗസ്റ്റ് തുടക്കത്തോടെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ എക്സാമുകളും കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റോടത്തെ നമ്മുടെ എക്സാം നടക്കും. പിന്നെ ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഒരു സംശയം എന്ന് പറഞ്ഞാൽ സ്റ്റെനോഗ്രഫിന്റെ ഏതെങ്കിലും സർട്ടിഫിക്കേഷനൊക്കെ വേണോ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനാണ്? വേണ്ട. പക്ഷേ നമുക്ക് സ്റ്റെനോഗ്രഫി നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണോ, നമ്മൾ നന്നായിട്ട് ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ടുണ്ടാവണോ, നല്ല ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാവണോ എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമുക്കിതിൽ നോട്ടിഫിക്കേഷനിലെ ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള വേക്കൻസിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഏജ് റിലാക്സേഷനെ പറ്റി പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ക്രൂഷ്യൽ ഡേറ്റ് 1/8/2026 ആണ്. ഈ ക്രൂഷ്യൽ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇവർ പറയുന്ന ഏജ് ലിമിറ്റ് എന്താണോ അത് 1/8/2026 നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. 1/8/2026 എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 2026 ആണ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആണെങ്കിൽ നിങ്ങൾ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് 30 വയസ്സായിട്ടില്ല ഈ 1/8/2026 ഓഗസ്റ്റിൽ നിങ്ങൾക്ക് 30 വയസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ബർത്ത്ഡേ വരുന്നത് 30ാമത്തെ ബർത്ത്ഡേ 2/8/2026 ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഗ്രേഡ് ഡി ആണെങ്കിൽ അവിടെ 18 to 27 ആവും, 27 വയസ്സാവുന്നുള്ള കാര്യം ഓർത്തുള്ള. അവിടെയും ഡേറ്റ് എന്ത് തന്നെയാണ്, 1/8/2026 ആണ്. ഓക്കെ, ഇനി ബോൺ ബിഫോർ, ഈ ഡേറ്റിന് മുന്നേ ജനിച്ചവരാവാൻ പാടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ഈ ഡേറ്റിന് മുമ്പ് ജനിച്ചവരാവാൻ പാടില്ല എന്നും അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്നാലും അവിടെ റിലാക്സേഷൻസ് ഉണ്ട്. SC/ST ആണെങ്കിൽ 5 വർഷം റിലാക്സേഷൻ, OBC ആണെങ്കിൽ 3 വർഷം, പിന്നെ നമുക്ക് ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ 10 വർഷം, അങ്ങനെ കുറെ റിലാക്സേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ ഇതിൽ ഏതിലാണോ പെടുന്നത് ആ റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ശരി, ഓക്കെ. ഈ നമ്മൾ ഒരു എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ഞാനിത് സ്ഥിരമായി വായിക്കുന്നത് കൊണ്ടും ഓരോരോ എന്താ പറയാ ഏജ് റിലാക്സേഷന്റെ ഓരോരോ ഡീറ്റെയിൽസ് ആ കൊടുത്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്നും എടുത്ത് വായിച്ചു നോക്കുന്ന കാര്യം ഓർത്തോണം. നമുക്ക് അവിടെ ആവശ്യമുള്ളത് ഓക്കെ, അപ്ലിക്കേഷൻ ഫീ സാധാരണ എക്സാമിന് പോലെ തന്നെ 100 രൂപയാണ്, വേറൊന്നുമില്ല. കറക്ഷനെ പറ്റി പറയുന്നുണ്ട്. സെന്റേഴ്സ് നമ്മളെ കേരളത്തിലൊക്കെ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാമിനേഷന്റെ സ്കീം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 50 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. ടൈം 2 മണിക്കൂറാണ് മൊത്തം എക്സാമിന്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണോ, വിത്ത് സെക്ഷണൽ ടൈമർ ഓഫ് 30 minutes ഈച്ച് ഫോർ പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഈ പാർട്ട് 1ന് 30 മിനിറ്റ്, 50 റീസണിങ് ക്വസ്റ്റ്യൻ ചെയ്യാൻ 30 മിനിറ്റ്, പിന്നെ 50 GK ക്വസ്റ്റ്യൻ ചെയ്യാൻ 30 മിനിറ്റ്, ആൻഡ് 60 minutes ഫോർ പാർട്ട് 3. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ് 3ാമത്തെ പാർട്ട്. 100 ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷിലുള്ളത്. അതിന് നമുക്ക് വേണ്ട ടൈം, കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 2 മണിക്കൂറുണ്ട്. ഇവിടെയും സെക്ഷണൽ ടൈമർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സിലബസ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മറ്റേ എക്സാമുകളൊക്കെ പോലെ തന്നെയാണ്. ഇനി ഇവിടെ ഇവിടെ സ്കിൽ ടെസ്റ്റും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഗ്രേഡ് ഡിയിൽ ഇംഗ്ലീഷ് ആണ് നിങ്ങളെ സ്കിൽ ടെസ്റ്റ് എന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് ആണ് ടെസ്റ്റ് ഉണ്ടാവുക. അവിടെ
ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും എലിജിബിലിറ്റീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്ക്രൈബ് ഉള്ള ആളുകൾ, ഇപ്പം ചില ആളുകൾക്ക് സ്ക്രൈബ് ഉണ്ടാവും, അത്തരത്തിൽ സ്ക്രൈബ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ടൈം അധികം ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തോണം. അല്ലാത്തവർക്ക് 50 മിനിറ്റ് ആണ് സ്കിൽ ടെസ്റ്റിന്റെ ടൈം ഉണ്ടാവുക. ഇനി ഇംഗ്ലീഷ് സ്കിൽ ടെസ്റ്റ് ഗ്രേഡ് സിക്ക് ആണെങ്കിൽ 40 മിനിറ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളത് ഓർക്കുക. ഓക്കെ. സ്ക്രൈബ് ഉള്ള ആളുകൾക്കാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന 70 മിനിറ്റ് 55 മിനിറ്റ് എന്നുള്ളത്. ഹിന്ദി പിന്നെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ. ഹിന്ദി എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ള ടൈം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹിന്ദി 65 മിനിറ്റ് ആണ് ഗ്രേഡ് ഡിക്ക്, 55 മിനിറ്റ് ആണ് ഗ്രേഡ് സിക്ക്. റൈറ്റ്. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ടതായുള്ളത് ഡിപാർട്ട്മെന്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. എല്ലാ നോട്ടിഫിക്കേഷനിലും കോമണായി കൊടുക്കുന്നതാണ്. ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതല്ല. മറ്റെന്തെങ്കിലും ഇല്ല. ഇത് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഒരു കാര്യം ഓർക്കേണ്ടത്, നല്ല സ്പീഡ്, ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾ നല്ലപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷനിൽ നല്ല സ്പീഡ് ഉണ്ടാവണം. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, മാത്സ് ഇവിടെ പ്രധാനപ്പെട്ടതല്ല. അപ്പോൾ മാത്സ് വീക്ക് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് നല്ല ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു സാധനം പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ, പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫർ നല്ലൊരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ മിസ്സാക്കാതെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.